എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതായത് വിദ്യാഭ്യാസവും മാനവ വിഭവശേഷി വികസനവും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എ മിയർ ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ will not lead to the development of a country. It require people with the potential and skill. എന്താ പറഞ്ഞത്? ജനസംഖ്യ കൂടുതൽ ഉണ്ടായതുകൊണ്ട് മാത്രം രാജ്യത്ത് വികസനം ഉണ്ടാകുന്നില്ല. ശേഷിയും വൈദഗ്ധ്യമുള്ള ജനങ്ങൾ ഉണ്ടാകണം, അല്ലേ? നമ്മൾ പറഞ്ഞു, നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് വേണം, മെൻ്റൽ ഹെൽത്ത് വേണം, പ്രോപ്പർ ട്രെയിനിങ് വേണം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ട്രെയിനിങ് ഒക്കെ ഉണ്ടാവണം, അല്ലേ? അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. വൈദഗ്ധ്യമുള്ള ജനങ്ങളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് രാജ്യത്ത് വികസനം കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ എഡ്യൂക്കേഷൻ ഹാസ് എ മേജർ റോൾ ഇൻ മോൾഡിങ് സ്കിൽഡ് പീപ്പിൾ. നോക്കിയേ, എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് നോക്കിയേ. വൈദഗ്ധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രധാന പങ്കുണ്ട്. ഓക്കെ, അതുകൊണ്ട് നോക്കുക, ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് കൺട്രി. കൺട്രിയുടെ ഡെവലപ്മെന്റിന് വിദ്യാഭ്യാസം എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ടാണ്. നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇംപ്രൂവ് ദ സ്കിൽ ഓഫ് ഇൻഡിവിജ്വൽ. വ്യക്തിയുടെ കഴിവ് നല്ലതുപോലെ മെച്ചപ്പെടുന്നു. അതുപോലെ ബെറ്റർ ദ ടെക്നോളജിക്കൽ നോളജ് ഹൗ. സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനുള്ള അറിവ് ലഭിക്കുന്നു. ഓക്കെ, ആൻഡ് ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം. അതുപോലെ മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാവുന്നു നല്ല പ്രോപ്പർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ. പിന്നെയോ ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതുപോലെ തന്നെ ജീവിത നിലവാരവും ഉയരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നല്ല പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ നമ്മൾ ആർജിച്ചെടുക്കണം. അതായത് നമ്മൾക്ക് പല കുട്ടികൾക്കും പല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഡോക്ടറായ നമ്മുടെ രാജ്യം വികസിക്കുമോ? അല്ലെങ്കിൽ എല്ലാവരും എഞ്ചിനീയർ ആയിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുമോ? ഇല്ല, അല്ലേ? എല്ലാ മേഖലയിലും ആളുകൾ വേണം. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഇതുപോണം ടേസ്റ്റ് ഡിഫറൻസ് ആയിരിക്കും, അല്ലേ? എല്ലാവർക്കും ഒരേ തലത്തിലേക്ക് പോകണമെന്നല്ലല്ലോ ആഗ്രഹം. നമുക്ക് ഏതാണോ നമ്മുടെ ഫോക്കസ് ഏരിയ, അതിനു വേണ്ടി നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക, നല്ലതുപോലെ പ്രോപ്പർ ട്രെയിനിങ് ആർജിക്കുക. അതിന് നമുക്ക് എന്തൊക്കെ വേണം? നല്ല മെൻ്റൽ ഹെൽത്ത് വേണം, ഫിസിക്കൽ ഫിറ്റ്നസ് വേണം, അല്ലേ? ഇതെല്ലാം ആർജിച്ചാൽ നമുക്ക് വ്യക്തമായ ഒരു ഫോക്കസ് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇത്രയും ക്ലിയർ ആണല്ലോ, അല്ലേ? During the year 2017 to 18, Government of India spent only 3.7% of gross domestic product GDP on education. GDP എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. The literacy rate could not be improved along the expected lines. എന്താ പറഞ്ഞിരിക്കുന്നത്? 2017-18 വർഷത്തിൽ 3.7% ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിച്ചത്. അതിനാൽ ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഉയർത്താൻ കഴിഞ്ഞില്ല. ആക്ച്വലി 6% വേണം എഡ്യൂക്കേഷന് സ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ 3.7% മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നോക്കുക, ഇവിടെ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് വന്നിട്ടുണ്ട്. സാക്ഷരതാ നിരക്ക് നമുക്ക് നോക്കാം. ഫീമെയിൽ സ്ത്രീകൾ എത്രയാ? 65.46 ആണ് ലിറ്ററസി റേറ്റ് വന്നിരിക്കുന്നത്. മെയിൽ, അതായത് പുരുഷന്മാരുടെ ഇടയിലോ 82.14 ആണ് ലിറ്ററസി റേറ്റ്സ് വന്നിരിക്കുന്നത്. ടോട്ടൽ എത്രയാണ്? 74.04 ആണ് ആസ് എ ടോട്ടലായിട്ട് ലിറ്ററസി റേറ്റ് വന്നിരിക്കുന്നത്. നോക്കുക, പ്രൊജക്റ്റ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ എന്തിനു വേണ്ടിയാ? ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്. നോക്കി, വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിനായിട്ട് എന്തെല്ലാം പദ്ധതികളാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയതെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, എന്തൊക്കെ പ്രൊജക്റ്റാന്ന് നോക്കുക. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, അതായത് ICDS. എന്തൊക്കെയാണ്? സംയോജിത ശിശു വികസന സേവന പരിപാടിയാണ്.
ICDS. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ടു എൻഷുർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years. എന്താ അതിൻ്റെ പ്രത്യേകത? 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം. പിന്നെയോ ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫോർ പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമൺ, അതായത് ഗർഭിണികളെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം. അതാണ് ICDS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വന്ന പ്രൊജക്റ്റ് എന്തായിരുന്നു? ദാറ്റ് ഈസ് SSA. SSA എന്ന് പറഞ്ഞാൽ എന്താ? സമഗ്ര ശിക്ഷ അഭിയാനാണ് SSA എന്ന് പറയുന്നത്. അത് എന്തൊക്കെയാണ് അതിൽ പ്രാവർത്തികമാക്കേണ്ടത്? ടു എൻഷുർ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ടു ഓൾ അപ് ടു ഹയർ സെക്കൻഡറി ലെവൽ, അതായത് സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക. പിന്നെയോ ടു എൻഷുർ ക്വാളിറ്റി ആൻഡ് ഇക്വിറ്റി, അതായത് തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ടു പ്രൊമോട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്ട്രെങ്തൻ, അതായത് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇനിയുള്ള ഇതെന്തായിരുന്നു? മെയിനായിട്ട് വന്ന പ്രൊജക്റ്റ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് സമഗ്ര ശിക്ഷ വാസ് ഫോംഡ് ഇൻ്റഗ്രേറ്റിംഗ് സർവശിക്ഷ അഭിയാൻ SSA ആൻഡ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ, അതായത് RMSA. എന്തായിരുന്നു ഇതിൻ്റെ പ്രത്യേക ഉദ്ദേശം? എന്തായിരുന്നു? ദ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് SCRT ആൻഡ് DIT. എന്തായിരുന്നു? SCRT, DIT തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുകയായിരുന്നു ഇവയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശങ്ങൾ. ഇവ 1 by 1 ആയിട്ട് പ്രത്യേകം എടുത്ത് പഠിക്കണം കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലേ? പിന്നീടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് രാഷ്ട്രീയ ഉജ്ജൽ ശിക്ഷ അഭിയാൻ, RUSA. എന്താ അത്? ടു ഇൻക്രീസ് ദ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ. രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ എന്താ ലക്ഷ്യമാക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക. പിന്നെയോ ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക. ഇവ രണ്ടുമാണ് ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കി, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീമാണ് അടുത്തൊരു പ്രൊജക്റ്റ്. അതിലെന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയായിരുന്നു? ടു ഇംപ്രൂവ് വർക്കിംഗ് സ്കിൽ ഓഫ് ദ യൂത്ത്. എന്താ അത്? യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക. പിന്നെയോ ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ വിത്ത് എംപ്ലോയബിൾ സ്കിൽസ്, അതുപോലെ തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. ഇവയൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള പ്രോജക്റ്റുകൾ. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നോക്കിയേ, അടുത്തതായിട്ട് അവർ കൺട്രി ഹാസ് മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് ഹാസ് പാസ്ഡ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇൻ 2009. ദാറ്റ് ഈസ് RTE ആക്ട്. എന്താ RTE ആക്ട് ഫുൾ ഫോം? എന്താ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുകയും 2009 വിദ്യാഭ്യാസം അവകാശ നിയമം RTE, ദാറ്റ് ഈസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കുകയും ചെയ്ത രാജ്യമാണ് നമ്മളുടേത്. ഇനി നോക്കിക്കേ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ദ ഗോൾ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ത്രൂ RTE. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം ഭരണഘടന RTE വഴി ഉറപ്പു നൽകുന്നുണ്ട്. എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കി. എന്ത് മനോഹരമായ ഒരു അല്ലേ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ ഇത്? എന്നാൽ ഇപ്പോഴും ചില പ്രോബ്ലംസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലംസ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ ഓഫ് ഇന്ത്യ. Certain section drop out from school without completing primary education. നോക്കിയേ, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ഒരു വിഭാഗം വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ there is lack of availability of basic facilities in the education sector. അതായത് വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവുകളും ഉണ്ട്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഇംപ്രൂവ്ഡ്. പിന്നെയോ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതൊക്കെ ആയിട്ട് ഉണ്ട്. ഇനി നോക്കിക്കേ, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NSDC
എന്താ അത്? നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഓക്കെ. In order to compensate the shortage of skilled people, the NSDC has been giving skill training in various fields. ഏതിലൊക്കെയായിരുന്നു? കൺസ്ട്രക്ഷൻ, ടൂറിസം, ബാങ്കിങ് ആൻഡ് എഞ്ചിനീയറിംഗ്. എന്താ പറയുന്നത്? നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെയാണ് എന്ത് പറയുക? NSDC എന്ന് പറയുന്നത്. എന്തായിരുന്നു ഇതിൻ്റെ മെയിൻ ഉദ്ദേശം? തൊഴിൽ നൈപുണ്യം നേടിയ ജനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി നിർമ്മാണം, ടൂറിസം, ബാങ്കിങ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ NSDC വിദഗ്ധ പരിശീലനം നൽകി വരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ഹെൽത്ത് കെയർ. അടുത്തായിട്ട് അതാണ് പഠിക്കേണ്ടത്. മാനവ വിഭവശേഷി വികസനവും ആരോഗ്യ പരിപാലനവും. എന്താ അത്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ഹെൽത്ത് കെയർ. മാനവ വിഭവശേഷി വികസനവും ആരോഗ്യ പരിപാലനവും. അപ്പം എന്താ ഹെൽത്ത് എന്നറിയണ്ടേ? വാട്ട് ഈസ് ഹെൽത്ത്? According to World Health Organization (WHO), health is a state of physical, mental and social well-being. Along with the physical condition, importance is given to mental and social condition as well. എന്താ ഹെൽത്ത് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്താണ് ആരോഗ്യം? ശാരീരികമായും മാനസികമായും സാമൂഹികവുമായുമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നല്ല ഹെൽത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ. ഈ ശാരീരിക അവസ്ഥയോടൊപ്പം മാനസിക സാമൂഹിക അവസ്ഥ കൂടി പ്രാധാന്യം നൽകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഫിസിക്കൽ ഫിറ്റ്നസ് വേണം, മെൻ്റൽ ഫിറ്റ്നസ് വേണം. നല്ലൊരു സമൂഹം ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഹെൽത്ത് നമുക്ക് ഉണ്ടാവും. നോക്കുക. Let us see how healthy person can participate in the progress of country. ഒരു ഹെൽത്തി പേഴ്സൺ നമ്മുടെ രാജ്യത്തെ വളർച്ചയ്ക്ക് എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്പർ ഓഫ് എന്തിനെയൊക്കെ ബേസ് ചെയ്യും? ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എത്രയുണ്ട് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ നോക്കുന്നത്. പ്രൊഡക്ഷൻ കൂടുതലാണോ എന്ന് നോക്കുന്നത്. നെക്സ്റ്റ്, നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. പ്രകൃതി വിഭവങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. പിന്നെയോ മെഡിക്കൽ എക്സ്പെൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. മെഡിക്കൽ എക്സ്പെൻസ് എല്ലാം കുറഞ്ഞാലേ എന്തുള്ളൂ? റെഡ്യൂസിങ് ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ദെർബൈ റെഡ്യൂസിങ് ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിന് ചിലവ് കുറവായിരിക്കും അന്നേരം. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. അതായത് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നല്ല പ്രൊഡക്ഷൻ വേണം അല്ലേ? അപ്പോൾ നമ്മുടെ ഏജ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു, അതായത് 15 to 59 വരെയുള്ള ആളുകളെയാണ് അല്ലേ യൂത്ത്. അതായത് അവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്കിംഗ് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരും തൊഴിലിൽ ഏർപ്പെട്ടവരുമാണ് നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി തരുന്നത്. അത്രയും ആളുകൾ മെൻ്റലി, ഫിസിക്കലി, സോഷ്യലി ഒക്കെ ഫിറ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല ഏബിളായിട്ട് നല്ലതുപോലെ അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇതിന് ബേസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. നോക്കുക. ഫെസിലിറ്റീസ് ടു എൻഷുർഡ് ഫോർ ഹെൽത്ത് കെയർ. എന്തൊക്കെയാണ് നമുക്ക് നല്ലൊരു ഹെൽത്ത് കെയറിന് വേണ്ടതെന്ന് നോക്കാം. അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്. പോഷകാഹാര ലഭ്യത. ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി തിന്നിട്ട് കാര്യമില്ല. ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ, അതായത് ശുദ്ധജല ലഭ്യത. പിന്നെയോ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, രോഗപ്രതിരോധ സംവിധാനങ്ങളൊക്കെ നമ്മൾ എടുക്കുക. പിന്നെ ക്ലെൻലിനെസ്, അതായത് ശുചിത്വ പരിപാലനം വേണം. പിന്നെയോ മെഡിക്കൽ ഫെസിലിറ്റീസ്, ചികിത്സാ സൗകര്യങ്ങൾ വേണം. അതുകൂടാതെ എൻഷുറിങ് ലെഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ്, വിശ്രമവും വിനോദവും ഉറപ്പുവരുത്തുകയും ചെയ്താലേ നമുക്ക് നല്ല, അതുപോലെ തന്നെ ആരോഗ്യകരമായ പരിസ്ഥിതിയും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു ഹെൽത്തി പേഴ്സണായിട്ട് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലേ? നോക്കിയേ,
government has set up institutions that work at different levels in the medical sector. മെഡിക്കൽ സെക്ടറിൽ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. മെഡിക്കൽ കോളേജുകൾ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രികളുണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, ഹെൽത്ത് സബ് സെൻറ്റേഴ്സ്, അതുപോലെ ആരോഗ്യ ഉപകേന്ദ്രങ്ങളും നമുക്ക് ഹെൽത്ത് ആയിട്ട് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM ആൻഡ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ NUHM ടു മേക്ക് അവൈലബിൾ ക്വാളിറ്റി ഇൻ ഹെൽത്ത് സർവീസ് ടു ഓൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്ന ഹെൽത്ത് മിഷൻ ദേശീയ നഗരാരോഗ്യ മിഷനും അതിനുവേണ്ടി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനും പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ഗ്രാമീണ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. ദ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഓപ്പറേറ്റ് ഇൻ റൂറൽ സെക്ടർ. അതായത് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ എവിടെയാണ്? ഗ്രാമീണ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ പ്രൊവൈഡ് ഇംപ്രൂവ്ഡ് ഹെൽത്ത് സർവീസ് ആർക്കാണ്? ടു ദ റെസിഡൻസ് ഓഫ് അർബൻ സ്ലംസ് ആൻഡ് അതർ മാർജിനലൈസ്ഡ് പീപ്പിൾ ഇൻ ടൗൺ വിത്ത് പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 50,000. എന്താ പറഞ്ഞിരിക്കുന്നത്? 50,000-ൽ അധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴി ലഭ്യമാകുന്നു. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം ഇന്ത്യ ലൈഫ് എക്സ്പെക്റ്റൻസി. എന്താ? ഇന്ത്യയുടെ ആയുർദൈർഘ്യം എങ്ങനെയാണെന്ന് നോക്കാം. ഫീമെയിൽ എത്ര ഇതാണ്? 67.7% സ്ത്രീകൾ. പുരുഷന്മാരോ? മെയിൽ 64.6 ആണ്. പുരുഷന്മാർ 64.6. ആകെ എത്രയാണ്? ദാറ്റ് ഈസ് 66.1 ആണ് ടോട്ടൽ ആയിട്ടുള്ള ആയുർദൈർഘ്യം. നോക്കിയേ, ഫീമെയിൽ ആയുർദൈർഘ്യം എത്രയായിരിക്കും? 67.7 ആയിരിക്കും. മെയിലിനോ? ഇപ്പോഴത്തെ ഒരു ജനറൽ ഇത് വെച്ച് പറയുന്നതാണ് 64.6 ആയിരിക്കും. നോക്കുക, ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഇൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. മാനവവിഭവശേഷി വികസനത്തിൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനുമുള്ള പങ്ക് എന്ന വിഷയം ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കിയേ, വേരിയസ് റിസോഴ്സസ് ആർ ടു ബി യൂസ്ഡ് പ്രോപ്പർലി ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. എന്താ അത്? രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് വിവിധ വിഭവങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. പ്രകൃതി വിഭവങ്ങൾ പോലെ തന്നെ മനുഷ്യ വിഭവവും പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? നമുക്ക് നോക്കാം. When the natural resources are combined with the human efforts, there is an increase in production leading to economic development. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകൃതി വിഭവങ്ങളിൽ മനുഷ്യാധ്വാനം കൂടിച്ചേരുമ്പോഴാണ് ഉൽപാദന വർധനവും അതുവഴി സാമ്പത്തിക വികസനവും സാധ്യമാകുന്നത്. അതുകൊണ്ട് മാനവവിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസം, ആരോഗ്യ രംഗങ്ങളിൽ ആസൂത്രിതമായ ശ്രമങ്ങൾ ആവശ്യമാണ്. കൂടാതെ മാനവവിഭവത്തിൻ്റെ ലഭ്യതയും ഗുണമേന്മയും ഉറപ്പുവരുത്താനും വികസനം കൈവരിക്കാനും സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ടീച്ചർ ഇതുവരെ പഠിപ്പിച്ചത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്താ പഠിച്ചത്? ഹ്യൂമൻ റിസോഴ്സ് ആണല്ലേ. ഹ്യൂമൻ റിസോഴ്സിന് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് വേണ്ടത്, അത് എന്തിനെയെല്ലാം മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. 3 ഫാക്ടേഴ്സാണ് എല്ലാത്തിലും മെയിൻ പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു റിസോഴ്സ് ഉണ്ടാവൂ, നല്ലൊരു പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പഠിച്ചു. പിന്നെ കുറേ ഏജ് ഗ്രൂപ്പ് പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു ഏജ് ഗ്രൂപ്പ്? ഡിപ്പെൻഡൻറ്റ് ഗ്രൂപ്പ് ഏതൊക്കെയായിരുന്നു? 0 to 14 ആൻഡ് 16+ 16 ആൻഡ് എബവ്. 16 അല്ല 60 and എബവ് അല്ലേ? 15 to പ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് ഏതാ പഠിച്ചത്? 15 to 59.
ഇതെല്ലാം ക്ലാസിഫൈ ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണുക കേട്ടോ. വീഡിയോ ഒന്നുകൂടെ കാണുക. പിന്നെ ടീച്ചർ ഈ പോർഷൻ എല്ലാം റെഫർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്സാം പോയിന്റിൽ നിന്നാണ്. എക്സാം പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ റിവൈസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ ഇത്രയും? ഓക്കെ, അപ്പോൾ ടീച്ചർ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ഓൾ.